ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മഹേഷ് ആണെങ്കിൽ കട്ട വെയിറ്റിങ്ങിലാണ് കാശി സിദ്ധുവിൻ്റെ ജീവൻ എടുത്തിട്ടുണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സിദ്ധുവും ചന്ദ്രികയും പൂജാരി പറഞ്ഞ അടുത്ത ഓരോരോ പൂജകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ തലയിൽ കൂടെ ആ ഒരു മഞ്ഞൾ വെള്ളം ഒഴിക്കുന്ന ആ ഒരു ചടങ്ങ് വേണ്ടിയിട്ടാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണും ചെക്കനും അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ രണ്ടുപേരും അങ്ങനെ ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. ആ ഒരു ചടങ്ങും നല്ല രീതിക്ക് തന്നെ അവസാനിച്ചു. ആ സമയത്ത് മഹേഷ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, കാശി സിദ്ധുവിനെ കൊന്നു കാണുമോ? കൊന്നതാണെങ്കിൽ ഇപ്പം തിരിച്ച് വരേണ്ടതാണല്ലോ. ഇത്രയും നേരമായിട്ടും എന്താ വരാതിരിക്കുന്നത്? എന്തായിരിക്കും ഇങ്ങനെ ലേറ്റാവുന്നത്? എന്താ അകത്ത് നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതേസമയം സിദ്ധുവും ചന്ദ്രികയും ആ ഒരു പൂജ കഴിഞ്ഞിട്ട് നേരെ പൂജാരിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് അയാൾ കുങ്കുമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ശയന പ്രദക്ഷിണമാണ് പറയുന്നത്. രണ്ടുപേരും ചേർന്നിട്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി ശയന പ്രദക്ഷിണവും തുടരുകയാണ്. ഓരോ നേർച്ചക്കട അവർ വീട്ടിൽ കൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് വാസു ഇതൊക്കെ കണ്ടുകൊണ്ട് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് കല്യാണം നല്ല രീതിക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ്. നീ എപ്പോഴും അവർക്ക് കാവലായിട്ടുണ്ടാവണം. ആ ഒരു ശയന പ്രദക്ഷിണത്തിനിടയിലും സിദ്ധാർത്ഥിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാശി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അയാൾക്കതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ശയന പ്രദക്ഷിണം നല്ല രീതിയിൽ അവസാനിപ്പിച്ചിട്ട് പൂജാരിയുടെ അടുത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. ജാനകിയാണ് പറയുന്നത്, സ്വാമി, അവർ രണ്ടുപേരും നല്ല രീതിക്ക് തന്നെ ശയനപ്രദക്ഷിണം നടത്തി കഴിഞ്ഞു. ഇനി പെണ്ണും ചെറുക്കനും ഈറനണിഞ്ഞ ഈ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് വരൂ. അടുത്തതായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ദൈവത്തിന് മുന്നിലിരുന്നിട്ട് ആ ഒരു നിവേദ്യം കഴിക്കാം. രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് അടുത്തതായിട്ട് പൊങ്കൽ ഉണ്ടാക്കുകയാണ്. അങ്ങോട്ടേക്ക് പൂജാരിയും വന്നിട്ടുണ്ടായിരുന്നു. പൂജാരി പറയുന്നുണ്ട്, ഈ ഒരു പാചകം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും അമ്പാളിന് മുന്നിൽ വന്നിട്ട് മഞ്ഞച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ശരി സ്വാമി. അതിനുശേഷം പൊങ്കലിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രിക ചെയ്യുകയാണ്. ആ സമയത്തും അവിടെ സിദ്ധാർത്ഥ് അവർക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കാശിയും ആരും കാണാതെ ഒളിഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. സിദ്ധാർത്ഥിനെ എത്ര തവണ ഉന്നം പിടിച്ചിട്ടും കാശിക്ക് അവൻ ആ ഒരു ഇതിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓരോ തവണ ഓരോരോ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജാനകി സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഈ അമ്പാൾ ഒരുപാട് സത്യമുള്ള അല്ലെങ്കിൽ ഒരുപാട് കഴിവുള്ള അമ്പാളാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത ആ ഒരു കടമൊക്കെ നല്ല രീതിക്ക് തന്നെ മനസ്സറിഞ്ഞിട്ടാണ് നേർച്ചക്കടം വീട്ടിയതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കല്യാണം നല്ല രീതിക്ക് തന്നെ അവർ നടത്തിത്തരും. അപ്പോൾ സിദ്ധു ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ, ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കോ? എന്താ സിദ്ധു, പറയൂ. അമ്മ, പൂജയ്ക്ക് അച്ഛനോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ജാനകിയുടെ മുഖാകെ ഇരുട്ട് നിറയാണ്. അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. അമ്മ ദേഷ്യപ്പെടുമെന്ന് കരുതിയിട്ടാണ് അച്ഛൻ ദൂരെ നിന്ന് മാറി നിന്ന് കാണുന്നത്. അമ്മ സമ്മതിക്കുകയാണെങ്കിൽ അച്ഛനെയും ഈ പൂജയിലൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു. അത് കേട്ടതും ജാനകിയുടെ മുഖം ദേഷ്യത്തോടെ നിൽക്കുകയാണ്. സിദ്ധു, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നേർച്ച വെച്ചിട്ടുള്ള കടങ്ങളുള്ള പൂജയാണ്. ഇതിൽ നിന്റെ അച്ഛൻ പങ്കെടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മായി അങ്ങനെ പറയുന്നത്? ഞങ്ങളുടെ കല്യാണം നല്ല രീതിക്ക് നടക്കണമെന്ന് വാസുമാവനും ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ല മോളെ, വെറുതെ എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിഷമിപ്പിക്കരുത്. അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ മാപ്പ് കൊടുക്കുമായിരുന്നു. എന്നാൽ അയാൾ എന്നോട് വിശ്വാസവഞ്ചനയാണ് കാണിച്ചത്. അത് പറയുമ്പോൾ ജാനകിയുടെ കണ്ണ് നിറയുകയും അതേപോലെ തന്നെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ വിശ്വാസവഞ്ചന എന്നെക്കൊണ്ട് മരിക്കുന്നത് വരെ മറക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അയാൾക്ക് പുറത്തു കൊടുക്കാനും. ദയവ് ചെയ്ത് അയാൾ അവിടെ തന്നെ നിൽക്കട്ടെ, ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിക്കേണ്ട. പിന്നീട് ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ആ ഒരു പൊങ്കൽ തിളച്ച് പൊങ്ങിയതിന് ശേഷം ചന്ദ്രികയും സിദ്ധുവും വന്നിട്ട് മഞ്ഞൾ ചോറ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ നാട്ടിൽ ഓരോരോ ചടങ്ങുകളും ആചാരങ്ങളും കാണുമ്പോൾ വല്ലാത്ത ആശ്ചര്യം തന്നെയാണ് സത്യം പറയാൻ തോന്നുന്നത്. ഒരു പക്ഷേ 21-ാം നൂറ്റാണ്ടിൽ ബസ് കിട്ടാത്തതൊക്കെ പോലെയാണ് തോന്നുന്നത്. ചന്ദ്രികയും സിദ്ധുവും വന്നിരുന്നപ്പോൾ അവർക്ക് മുന്നിലുണ്ടായിരുന്ന ആ ഒരു നിലത്ത് ഇരിക്കുന്ന ആ ഒരു ഭാഗം രണ്ട് സ്ത്രീകൾ വന്നിട്ട് കഴുകിയിട്ട് തുടച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ചന്ദ്രിക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു പൊങ്കൽ അവൾ തന്നെ എടുത്തിട്ട് ആ ഒരു നിലത്ത് കഴുകി വൃത്തിയാക്കി ആ ഒരു നിലത്താണ് രണ്ടുപേർക്കും ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കറി ഒഴിക്കുകയാണ്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, നിങ്ങളുടെ കല്യാണം നല്ല രീതിക്ക് നടക്കാൻ വേണ്ടിയിട്ട് അമ്പാളിനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മണ്ണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ആ ഒരു സമയം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷമാണ് സിദ്ധുവും ചന്ദ്രികയും ചോറ് കഴിക്കാൻ വേണ്ടി എടുക്കുന്നത്. അവർ രണ്ടുപേരും അത് കഴിക്കുന്നത് കണ്ടപ്പോൾ മലര് പറയുന്നുണ്ട്, അമ്മ, നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നല്ല രീതിക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഞാനും മണ്ണ് ചോറ് കഴിക്കാം അമ്മ. അത് കേട്ട് ചന്ദ്രികയുടെ സിദ്ധുവിൻ്റെയും കണ്ണ് നിറയാണ്.
ജാനകി മലറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൂജാരിയോട് ചോദിക്കുന്നുണ്ട്, സ്വാമി മലറിന് മണ്ണിച്ചോറ് കഴിക്കാൻ പറ്റുമോ? അത് കേട്ടുകൊണ്ടാണ് വാസു അങ്ങോട്ടേക്ക് വരുന്നത്. ഓ തീർച്ചയായിട്ടും കഴിക്കാം. നിങ്ങളുടെ കുട്ടിയുടെ മനസ്സ് നിറഞ്ഞുള്ള ഈ പ്രാർത്ഥന അമ്പാൾ ഒരിക്കലും കാണാതിരിക്കില്ല. മലർ വാ, നീയും ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് മണ്ണിച്ചോറ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു രണ്ടുപേരുടെയും നടുവിലായിട്ട് മലറിനെ പിടിച്ചിരുത്തുവാണ്. മലരും അവർക്കൊപ്പം ഇരുന്നിട്ട് മണ്ണിച്ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ജാനകിയുടെ കണ്ണ് നിറയുകയാണ്. പക്ഷെ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പോൾ വാസു അത് കാണുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ചേർന്നിട്ട് മലറിനും വാരി കൊടുക്കുകയാണ്, അവരും കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം സിദ്ധു മലറിനോട് പറയുന്നുണ്ട്, ശരി മോള് കഴിക്ക്, ഞങ്ങൾ പോയിട്ട് കൈ കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു എഴുന്നേൽക്കുകയാണ്. ആ സമയത്ത് കാശി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കാശി സിദ്ധുവിനെ ഉന്നം പിടിച്ച് നിൽക്കുകയാണ്. പക്ഷേ വെടിയുതിർക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് സിദ്ധു അവിടെ നിന്നും പോവുകയാണ്. കാശി അപ്പോഴും നിരാശനായിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രികയും സിദ്ധുവും കൈ കഴുകാൻ പോകുമ്പോൾ വാസു ഇരുന്നിട്ട് അതുപോലെ തന്നെ മണ്ണ് ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് കണ്ടിട്ട് ചന്ദ്രികയാണ് സിദ്ധുവിന് കാണിച്ചു കൊടുക്കുന്നത്. സർ അങ്ങോട്ട് നോക്ക്, അവിടെ വാസുമാമൻ. സിദ്ധുവിനത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടവും ഒരുപോലെ സന്തോഷവും തോന്നുവാണ്. ആ സമയത്ത് വാസു ആണെങ്കിൽ കൈകൾ കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ മകൻ സിദ്ധാർത്ഥിനും എൻ്റെ മരുമകളായിട്ട് വരാൻ പോകുന്ന ചന്ദ്രികയുടെയും കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ഓരോരോ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കല്യാണം ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് നടക്കാൻ വേണ്ടി നിൻ്റെ അടുത്ത് നേർച്ച വെച്ചിട്ട് ഇവിടെ മണ്ണ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. നിന്റെ സന്നിധിയിൽ വെച്ച് തന്നെ അവരുടെ രണ്ടുപേരുടെയും കല്യാണം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നീ തന്നെ നടത്തി കൊടുക്കണേ ദൈവമേ. അയാളുടെ പ്രാർത്ഥന കണ്ടിട്ട് സിദ്ധുവിനും ചന്ദ്രയ്ക്കും വല്ലാത്ത സങ്കടവും സന്തോഷവും തോന്നുവാണ്. അതുമാത്രമല്ല, അതിനുശേഷം വാസു മണ്ണ് കഴിക്കുന്നത് നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും. തങ്ങൾക്ക് വേണ്ടിയാണ് വാസു ഇങ്ങനെ ഒരു നേർച്ചക്കടം വെച്ചതും മണ്ണ് കഴിക്കുന്നതും കണ്ടപ്പോൾ രണ്ടുപേർക്കും വല്ലാത്ത സങ്കടം തോന്നുവാണ്. മാത്രമല്ല അയാളുടെ അവരോടുള്ള സ്നേഹം കണ്ടപ്പോൾ അത് അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ചന്ദ്രയ്ക്ക് ഓർമ്മ വന്നത്, ഞാൻ ദാ ഇപ്പം വരുന്നേ. എന്നിട്ട് വേഗം അവൾ അവിടെ നിന്നും പോവുകയാണ്. ആ സമയത്തൊക്കെ സിദ്ധാർത്ഥ് വാസുദേവൻ ഭക്ഷണം കഴിക്കുന്നത് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രിക അയാൾക്കുള്ള വെള്ളം എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് വാസുദേവൻ എഴുന്നേറ്റപ്പോഴാണ് ചന്ദ്രിക കയ്യിൽ വെള്ളമായിട്ട് അവിടെ നിൽക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് കൺമുന്നിൽ അവരെ കണ്ടപ്പോൾ വാസു പറയുന്നുണ്ട്, ഒരു തടസ്സങ്ങളും ഇല്ലാതെ നല്ല രീതിക്ക് നിങ്ങളുടെ കല്യാണം നടക്കാൻ വേണ്ടി ഞാനും ദൈവത്തിനോട് നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. അറിയാം മാമ, ഇന്നാ കൈ കഴുകി വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ അയാൾക്ക് കൊടുക്കുകയാണ്. അയാൾ അത് വാങ്ങിയിട്ട് കൈ കഴുകുന്നുണ്ട്. തിരിച്ച് ആ ബോട്ടിൽ കൊണ്ടു കൊടുക്കുമ്പോൾ വാസു പറയുന്നുണ്ട്, ചന്ദ്രിക ഇപ്പം എൻ്റെ വയറ് മാത്രമല്ല എൻ്റെ മനസ്സും ഒരുപാട് നിറഞ്ഞു. ഇവിടുത്തെ അമ്മ ഒരു കുറവും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തിത്തരും. വാസു മനസ്സ് നിറഞ്ഞിട്ടാണ് പറയുന്നത്. അയാളുടെ മുഖത്തും എന്തൊക്കെയോ സങ്കടങ്ങളുണ്ടായിരുന്നു ജീവിതം നശിപ്പിച്ചതിൻ്റെ. അപ്പോൾ ചന്ദ്രികയും സിദ്ധുവും പറയുന്നുണ്ട്, മമ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അയാളുടെ കാൽക്കലും നിൽക്കുകയാണ്. അപ്പോൾ രണ്ടുപേരെയും അയാൾ അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരെയും അനുഗ്രഹിച്ചിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞതിന് ശേഷം വാസു പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് സിദ്ധു, ചന്ദ്രികയെ മരണം വരെ ഒരിക്കൽ പോലും കണ്ണു നിറയാതെ നീ നന്നായിട്ട് സംരക്ഷിക്കണം. അത് കേട്ട് സിദ്ധു അതിശയത്തോടെ ചന്ദ്രികയെ നോക്കുകയാണ്. എന്നിട്ട് അവൻ അച്ഛനോട് പറയുന്നുണ്ട്, ശരി അച്ഛാ, അച്ഛാ പൂജക്കുള്ള നേരമായി, ഞങ്ങൾ പോയിട്ട് വരാം. ശരി മോനെ, പോയിട്ട് വാ. അവർ രണ്ടുപേരും അവിടുന്ന് പോയതിനു ശേഷവും വാസു ദൈവത്തിന് മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഓരോന്ന് പറയുവാണ്. ചന്ദ്രികയും സിദ്ധുവും നേരെ പൂജാരിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും കഴുത്തിൽ ഒരു പൂമാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് നിങ്ങൾ രണ്ടുപേരും അമ്പാളിന് ചെയ്യേണ്ടിയിരിക്കുന്ന ഏറ്റവും വലിയ പൂജ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് രണ്ടുപേരും സന്തോഷത്തോടെ പരസ്പരം നോക്കുന്നുണ്ട്. ആ സമയത്ത് കാശിയാണെങ്കിൽ പുറത്തു വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കയ്യിൽ തീച്ചട്ടി ഏന്തി അമ്മൻ്റെ സന്നിധി 3 തവണ ചുറ്റിയിട്ട് വരണം. കേട്ടപ്പോൾ തന്നെ സിദ്ധുവും ചന്ദ്രികയും പറയുന്നുണ്ട് ശരിയെന്ന്. ഇടയ്ക്ക് എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും നിങ്ങൾ രണ്ടുപേരും കയ്യിലേന്തിയിരിക്കുന്ന ചട്ടി അവിടെ വെക്കാനോ നിങ്ങളുടെ നേർച്ചക്കടം നിറവേറ്റാതിരിക്കാനോ പാടില്ല. നിങ്ങളുടെ മനസ്സ് നിറയെ അമ്പാൾ മാത്രമായിരിക്കണം. നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ പ്രാർത്ഥനയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങളുടെ കല്യാണം നല്ല രീതിക്ക് നടക്കണം എന്ന് മാത്രമായിരിക്കണം. അങ്ങനെ ഈ നേർച്ചക്കടം ഒരു കുറവുമില്ലാതെ നിങ്ങൾ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ ജന്മം ആർക്കും തമ്മിൽ വേർപിരിക്കാൻ സാധിക്കില്ല. അത് കേട്ട സമയത്ത് സിദ്ധുവും ചന്ദ്രികയും സന്തോഷത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. ജാനകിക്കും അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അതേസമയം കാശിയാണെങ്കിൽ സിദ്ധുവിനെ ഉന്നം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓരോ തവണയും നിരാശനാകും തോറും കാശിയുടെ ദേഷ്യവും പകയും ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ് സിദ്ധുവിനോട്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് നിന്ന് ഇറങ്ങി വന്നവരോട് പറയുന്നുണ്ട്, ശരി സ്വാമി, ഒരു കുഴവുമില്ലാതെ നല്ല രീതിക്ക് ഞങ്ങളുടെ കല്യാണം നടക്കണം.
അങ്ങനെ കണ്ണുകളടച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ രണ്ടുപേർക്കും തീച്ചട്ടി എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുൻപ് മേഘ പറഞ്ഞതുപോലെ തന്നെ ഓം ശക്തി പരാശക്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. അവർക്ക് പിന്നിലായിട്ട് മലരും അതുപോലെ ഒരു സ്ത്രീ സംഘവും ഒക്കെ ഉണ്ടായിരുന്നു. അവർ വിളിച്ചു പറയുന്നത് അവർ ഏറ്റു പറയുകയാണ്. ഇതിനൊക്കെ പിന്നിലായിട്ടാണ് കാശിയും അവരെ ഫോളോ ചെയ്യുന്നത്. അതിനും പിന്നിലായിട്ടാണ് ജാനകി ഉണ്ടായിരുന്നത്. കാരണം ജാനകി വീൽ ചെയറിൽ തനിച്ചു പോകുന്നത് കൊണ്ട് വളരെ പതുക്കെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ ഒരു മന്ത്രവും ജപിച്ചു പോകുന്ന അവർക്ക് പിന്നാലെ ഒരുപാട് പേരുണ്ടല്ലോ. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ കാശി ഉള്ളത്. കാശി കുറച്ച് ദൂരം അവർക്കൊപ്പം നടന്നതിന് ശേഷം അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അവനവൻ്റെ അരയിൽ തിരികിയിട്ടുണ്ടായിരുന്ന ആ ഒരു റിവോൾവർ തോക്ക് പുറത്തേക്ക് എടുക്കുകയാണ്. ആ സമയത്താണ് ജാനകി വീൽ ചെയറിലും എല്ലാം അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ തോക്ക് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും ജാനകി വല്ലാതെ പരിഭ്രമിക്കുകയാണ്. ഇവൻ ആരാണ്? ഇവൻ എന്തിനായിരിക്കും തോക്കും കൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് വന്നത്? കാശിയാണെങ്കിൽ സിദ്ധുവിൻ്റെ ആ ഒരു ഇതിനെ ഫോളോ ചെയ്യുന്നതായിട്ടും ജാനകി കാണുന്നുണ്ട്. അവർ ഭയന്നുകൊണ്ട് വേഗം തന്നെ ഇവർക്കൊപ്പം എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ വീൽ ചെയറിലായത് കാരണം അവർക്ക് വളരെയധികം ഫാസ്റ്റായിട്ട് വരാൻ സാധിക്കുന്നില്ല. സിദ്ധു ആ ഒരു റൗണ്ട് അടിച്ചിട്ട് പോകുന്ന സമയത്ത് കാശി ഏകദേശം അവർക്ക് ബാക്കൗട്ടായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് കുറച്ച് ദൂരെ മാറി നിന്നിട്ടാണ് കാശി സിദ്ധുവിനെ ഉന്നം പിടിക്കുന്നത്. ജാനകിയാണെങ്കിൽ അതിന് പിന്നാലെയായിട്ട് വന്നിട്ടുണ്ട്. കാശി ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് തോക്കുമായിട്ട് വന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജാനകി കൺമുന്നിൽ കാണുന്ന കാഴ്ച കാശി ഉന്നം പിടിച്ചിരിക്കുന്നത് തൻ്റെ മകന് നേരെയാണ്. അത് കണ്ടതും ജാനകിയുടെ കൺട്രോൾ പെട്ടെന്ന് പോവാണ്. അവർ വേഗം തന്നെ ബഹളം വെച്ചുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഏയ് ആരാടാ നീ? എന്തിനാണ് എൻ്റെ മോനെ കൊല്ലാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ തള്ളുകയാണ്. അപ്പോൾ കാശി സിദ്ധുവിന് നേരെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉന്നം തെറ്റുകയും അവൻ്റെ കയ്യിൽ നിന്ന് തോക്ക് താഴെ വീഴാൻ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിന് ജാനകിയായിട്ട് അവൻ ഫൈറ്റ് ചെയ്യാണ്. ജാനകി അവനിൽ നിന്ന് സിദ്ധുവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കാശിക്കാണെങ്കിൽ സിദ്ധുവിനെ കൊല്ലാൻ നോക്കിയതിന് തന്നെ തടഞ്ഞ ആ ഒരു സ്ത്രീയോട് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു മുരട്ട് സ്വഭാവത്തിന് അവൻ ജാനകിയുടെ പൊതിരെ തല്ലുകയാണ്. അതുമാത്രമല്ല, അവൻ കയ്യിലുണ്ടായിരുന്ന റിവോൾവറും കൈയുടെ മുഷ്ടിയൊക്കെ വെച്ചിട്ട് ജാനകിയുടെ തലയിൽ നോക്കിയിട്ട് 4 പ്രാവശ്യം ഇടിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഇടിയിൽ തന്നെ ജാനകിയുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരെ വീൽ ചെയറോടുകൂടി അങ്ങോട്ടേക്ക് തള്ളിയിടുകയാണ്. എന്നിട്ട് കാശി വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. കാശി വീണ്ടും സിദ്ധു എങ്ങോട്ടേക്കാണ് പോയത് എന്ന് നോക്കിയിട്ട് അവന് പിന്നാലെയാണ് പോകാൻ നോക്കുന്നത്. ആ സമയത്ത് വാസു അങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ജാനകി ബോധമില്ലാതെ അവിടെ വീൽ ചെയറിൽ കിടക്കുന്നതാണ്. ജാനകിയുടെ വീൽ ചെയർ സ്വന്തം ഉരുളുന്നുണ്ടായിരുന്നു. അപ്പം അത് കണ്ടതും വാസു വേഗം ഓടി വരികയാണ്. ഏയ് ജാനകി, മോളെ ജാനകി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ജാനകിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ജാനകിയുടെ വായിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. വാസു ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ട്, ജാനകി കണ്ണു തുറക്ക്, ഇതെന്താ പറ്റിയത്? ജാനകിയുടെ വായിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആകെ പരിഭ്രമിക്കുകയാണ്. വാസു വേഗം ജാനകിയെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് വെള്ളം കിട്ടുമോ നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതൊന്നും അറിയാതെയാണ് ആ സമയത്ത് സിദ്ധുവും ചന്ദ്രികയും ഈ ഒരു മന്ത്രവും ജപിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് പിന്നാലെ ഒരുപാട് പേരും. അപ്പോൾ കാശിയാണെങ്കിൽ അവരെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ജാനകി കണ്ണു തുറക്ക് എന്ന് പറഞ്ഞിട്ട് വാസു വേഗം വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ജാനകിയുടെ മുഖത്ത് കുടയുവാണ്. അപ്പോൾ ജാനകി ഇങ്ങനെ ബോധമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് കണ്ണ് തുറക്കുന്നത്. അപ്പോൾ ജാനകി എന്താ പറ്റിയ നിനക്കെന്നൊക്കെ അയാൾ പരിഭ്രമത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുലമ്പിക്കൊണ്ട് ജാനകിയും പറയാണ്, സിദ്ധുവിനെ അയാൾ തോക്ക് കൊണ്ടുവന്നിട്ട് കൊല്ലും എന്നൊക്കെ പറയാണ്. അപ്പോൾ വാസു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സിദ്ധുവിന് എന്ത് പറ്റാനാ? നീ എന്തൊക്കെയാണ് ജാനകി പറയുന്നത്? അവനെ രക്ഷിക്ക്. ജാനകിക്ക് ബോധമൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഒരു പരിഭ്രമത്തോടെ ഇത് തന്നെയാണ് പറയുന്നത്. സിദ്ധുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വാസുവിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. തൻ്റെ കൺമുന്നിൽ സംഭവിച്ച കാര്യങ്ങളും കണ്ട കാര്യങ്ങളൊക്കെ അവർ വാസുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ വാസു പറയാണ്, എന്തൊക്കെയാണ് ജാനകി നീ പറയുന്നത്? പോയി സിദ്ധുവിനെ രക്ഷിക്ക്. അവർ വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്. പോയി രക്ഷിക്ക്, നമ്മുടെ മോനെ അവൻ കൊല്ലാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാസു വേഗം തന്നെ ഓടുന്നുണ്ട്. വാസു വേഗം സിദ്ധാർത്ഥിനെ പിന്നാലെ പോവാണ്. അപ്പോഴേക്കും ഇത് തന്നെ പറഞ്ഞ് ജാനകി വീണ്ടും ബോധം കെട്ട് പോകുന്നുണ്ട്. വാസു ഓടി സിദ്ധുവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അയാൾ കാണുന്ന കാഴ്ച കാശി നിറത്തോക്കുമായിട്ട് സിദ്ധുവിന് നേരെ വെടിതീർക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പോൾ ജാനകി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വാസുവിനും മനസ്സിലായി. അയാൾ വന്നിട്ട് കാശിയെ പിടിച്ച് തള്ളി അവിടെ മാറ്റി നിർത്തിയിട്ട് തല്ലുവാണ്. ആരാടാ നീ? എന്തിനാടാ എൻ്റെ മോനെ കൊല്ലാൻ നോക്കുന്നത്? അവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. ആദ്യം വാസു കുറേ കാശിയെ തല്ലിയെങ്കിലും പിന്നീട് കാശി തിരിച്ച് വാസുവിനെ തല്ലുകയാണ്. ആ സമയം കൊണ്ട് വാസു തോക്ക് അങ്ങോട്ടേക്ക് നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു. കാശി ആ തോക്കെടുക്കാൻ പോകുന്നതനുസരിച്ച് വാസു അവൻ്റെ കാല് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ വാസുവിനെ കാലുകൊണ്ട് തള്ളിയിട്ടിട്ട് കാശി തോക്കുമായിട്ട് വീണ്ടും സിദ്ധാർത്ഥിന് പിന്നാലെ തന്നെ പോവാണ്. ഇതൊന്നും സിദ്ധാർത്ഥും സംഘവും അറിയുന്നേ ഉണ്ടായിരുന്നില്ല. വാസുവാണെങ്കിൽ അവന് പിന്നാലെ വന്നിട്ട് അവനെ വടിയെടുത്തിട്ട് പൊതിരെ തല്ലുകയാണ്. അപ്പോൾ വീണ്ടും അവൻ്റെ സിദ്ധാർത്ഥിന് നേരെ വെച്ച ഉന്നം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വീണ്ടും കാശിയും വാസുവും തമ്മിൽ തല്ല് നടക്കുന്നുണ്ട്. കാശിയുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വാസു തള്ളി നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എടുത്തിട്ട് ഇനി സിദ്ധുവിനെ കൊല്ലില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് വാസു അവനുമായിട്ട് തല്ല് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് കാശിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവനപ്പോൾ റിവോൾവർ തപ്പാനല്ല പോയത്. അവൻ തൻ്റെ അരയിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് വാസുവിൻ്റെ പള്ളക്ക് നേരെ കയറ്റുകയാണ്. വാസു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അയാൾ ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. അയാൾ അലറി വിളിക്കുകയാണ്, സിദ്ധു. വാസുവിനെ 3 പ്രാവശ്യമാണ് അവൻ കത്തി കൊണ്ട് വലിച്ചൂരി കുത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ വാസു സിദ്ധു സിദ്ധു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ സിദ്ധു കുറേ ദൂരത്തോട്ട് എത്തിയതുകൊണ്ട് അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും സിദ്ധുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വീണ്ടും പോകാൻ നോക്കിയ കാശിയുടെ നേരെ വീണ്ടും വടിയുമായിട്ട് വാസു പോവുകയാണ്. അപ്പോഴേക്കും ആരൊക്കെയോ അവിടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വാസുവിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് കുറേ സ്ത്രീകളും അതുപോലെ തന്നെ ഒരു പുരുഷനും പിന്നെ ഒരു പൂജാരിയൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട് ആരാണ് നീ എന്നൊക്കെ ചോദിച്ചിട്ട് കാശിയായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. കാശി വേഗം തന്നെ അവൻ്റെ തോക്കും എടുത്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ വാസു ആണെങ്കിൽ അവിടെ ചോരയെ കുളിച്ചിട്ട് നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. വാസു വേദന കൊണ്ട് പൊളയാണ്. അപ്പോഴും സിദ്ധു സിദ്ധു എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് മഹേഷ് ആണെങ്കിൽ കാശിയെ കാത്തു നിൽക്കുകയാണ്. ഇതെന്താ എത്ര നേരമായി പോയിട്ട്, സിദ്ധുവിനെ കൊല്ലാൻ ഇത്രയധികം സമയം വേണോ? ആ സമയത്ത് അതൊന്നും അറിയാതെ സിദ്ധാർത്ഥും ചന്ദ്രികയും അവരുടെ ആ ഒരു പൂജ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തീയേന്തിയ മൺചട്ടി അവിടെ വെക്കുകയാണ്. അത് നല്ല രീതിക്ക് തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് കാശിയാണെങ്കിൽ ഓടി രക്ഷപ്പെട്ടിട്ട് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് മഹേഷിനൊപ്പം കാറിൽ കയറാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് പൂജാരിയാണെങ്കിൽ ഓടിക്കതച്ചുകൊണ്ട് സിദ്ധുവിൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ പതറിക്കൊണ്ട് വിളിക്കുകയാണ്, സിദ്ധു സിദ്ധു സിദ്ധു. എന്താ സ്വാമി, എന്താ നിങ്ങളിങ്ങനെ പതറിക്കൊണ്ട് സംസാരിക്കുന്നത്? നിന്നെ ഒരുത്തൻ തോക്കും എടുത്തിട്ട് കൊല്ലാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് തടുക്കാൻ പോയ നിന്റെ അച്ഛനെ അവൻ കത്തിയെടുത്ത് കുത്തി. എന്താ പൂജാരി പറഞ്ഞത്, കത്തിയെടുത്ത് കുത്തിയെന്നോ എന്ന് പറഞ്ഞിട്ട് സിദ്ധുവും ചന്ദ്രികയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വാസുവിൻ്റെ നേരേക്ക് പോവുകയാണ്. മഹേഷ് കാത്തു നിൽക്കുന്ന സമയത്ത് ഓടിക്കതച്ചുകൊണ്ട് കാശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് കണ്ടതും മഹേഷിന് വല്ലാത്ത സന്തോഷമായി. കാശി വരുന്നുണ്ട്. സിദ്ധുവിൻ്റെ കഥ അവസാനിച്ചിട്ടുണ്ടാവും. സിദ്ധു, ഇന്നത്തോടെ നിന്റെ അധ്യായം കഴിഞ്ഞു. മഹേഷ് മനസ്സിൽ പറയാണ്. അതേസമയം സിദ്ധാർത്ഥും ചന്ദ്രികയൊക്കെ ഓടിക്കതച്ചിട്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്ന വാസുവിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.